പിന്നെ അതിനകത്തേക്ക് നമ്മളുടെ കറുവാപ്പട്ട, നമ്മളുടെ ഗ്രാമ്പു, അതുപോലെ തന്നെ കുറച്ച് ഏലക്ക നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബസ്മതി റൈസ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ സ്പൈസസിൻ്റെ ഒക്കെ ഒരു നല്ല ഫ്രഷ് മണം വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മളുടെ സവാള. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ഷെഫ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ് നമ്മളൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും, എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് സമയമുണ്ട്, ലെറ്റ്സ് കുക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ എന്തായാലും നമ്മുടെ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ എന്തായാലും കൊടുത്തേക്കുക, ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സവാളയാണ്. അപ്പോൾ സവാള നമ്മൾ ഏകദേശം ഒരു 3-4 മീഡിയം സൈസ് സവാളയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ സവാളയാണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം 2-3 നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ചിക്കനാണ്. ചിക്കൻ ഏകദേശം ഒരു 800 ഗ്രാമോളം ചിക്കൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ആക്ച്വലി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നതാണ് നല്ലത്, എന്നാൽ മാത്രമേ എൻ്റെ ഫ്ലേവറെല്ലാം നല്ല രീതിയിൽ അതിനകത്ത് പിടിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാൻ വിട്ടുപോയത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മസാല, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് നമ്മുടെ തൈരും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കുരുമുളക് കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം മാരിനേറ്റ് ചെയ്ത് നേരത്തെ വയ്ക്കാൻ ശ്രമിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. അപ്പോൾ തക്കാളി നമ്മൾ കുറച്ച് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത നമ്മളുടെ ചിക്കൻ മാരിനേറ്റ് യൂസ് ചെയ്ത തൈരിൽ ഓൾറെഡി പുളിയുള്ളതാണ് നമ്മൾ യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നോർമൽ തൈരാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ തക്കാളി എടുക്കുക. പിന്നെ അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2-3 കപ്പോളം നമ്മളുടെ ബസ്മതി റൈസാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 കപ്പോളം തന്നെയാണ് യൂസ് ചെയ്തത് നമ്മളുടെ ബസ്മതി റൈസ്. അപ്പോൾ ബസ്മതി റൈസ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിരിയാണി റൈസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ അത് നല്ല രീതിയിലൊന്ന് കഴുകിയിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ കുക്കറിലേക്ക് ഓയിലും അതുപോലെ തന്നെ നമ്മളുടെ നെയ്യും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ, ഏകദേശം ഒരു 2 സ്പൂണോളം നെയ്യ് മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. പിന്നെ അതിനകത്തേക്ക് നമ്മളുടെ കറുവാപ്പട്ട, നമ്മളുടെ ഗ്രാമ്പു, അതുപോലെ തന്നെ കുറച്ച് ഏലക്ക നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സ്പൈസസ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ 3 സ്പൈസസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സ്പൈസസിൻ്റെ ഒക്കെ ഒരു നല്ല ഫ്രഷ് മണം വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മളുടെ സവാള ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിങ്ങനെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സവാള അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴണ്ടി കിട്ടണം. അപ്പോൾ പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുമ്പം അതിന് പെട്ടെന്ന് വാട്ടർ കണ്ടൻ്റ് എല്ലാം വന്നിട്ട് നമ്മൾ സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടും. അപ്പോൾ നമ്മൾ സവാള അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴണ്ടി കിട്ടുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഇഞ്ചി, അതുപോലെ നമ്മുടെ വെളുത്തുള്ളിയും, പിന്നെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തിരിക്കുന്ന പച്ചമുളകും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം, കാരണം എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സായി വരാനാണ്. പിന്നെ നമ്മൾ അതിലേക്ക് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം എല്ലാം നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ല മിക്സ് ആയിരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ ഇടുക. അപ്പോൾ ഇതിന് വേറെ ഉപ്പൊന്നും ഇപ്പോൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ചിക്കനും കൂടെ ആഡ് ചെയ്തതിന് ശേഷം മാത്രം നോക്കുക, കാരണം നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്ന ചിക്കനകത്ത് ഉപ്പ് കാണും. അതുകൊണ്ട് നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കിയെല്ലാം ചെക്ക് ചെയ്യാവൂ. അപ്പോൾ നമ്മളെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വേഗുന്നവരൊന്ന് വെയിറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ മല്ലിയിലയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പുതിനയില വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത ബൗളിൽ തന്നെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തോണ്ടാണ് ആ കളറിൽ കണ്ടത്. അപ്പോൾ നമ്മൾ ചിക്കൻ ആവശ്യമുള്ള വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് സിമ്മറായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് അരി ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് അരിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അരി ഓവറായിട്ട് വെന്ത് പോകും, അതുപോലെ തന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ നേരെ വേഗത്തുമില്ല. അപ്പോൾ നമ്മൾ അരിക്ക് ആവശ്യമുള്ള ഉപ്പും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിയെല്ലാം നല്ല രീതിയിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഇതാണ് കണക്ക്, അതായത് നമ്മൾ അരി വെള്ളത്തിൽ ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കിടങ്ങുന്ന രീതിയിൽ കിടക്കണം. അപ്പോൾ നമുക്കിനി കുക്കർ അടച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതായത് ഏകദേശം ഒരു വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റോളം വച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ നല്ല അടിപൊളി ബിരിയാണി റെഡിയായി കിട്ടും. അപ്പോൾ നമ്മളെന്തായാലും ട്രൈ ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു.
നിങ്ങളും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മളൊന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊക്കെ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുള്ള വീഡിയോസും നിങ്ങളെല്ലാവരും മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസ് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ക്യാമറ വന്നതിനോടൊപ്പം ഇറ്റ്സ് മീ ആകാശ് സൈനിങ് ഓഫ്.